ഓ എൻ്റെ പൊന്നു കർത്താവേ, നേരം വെളുത്ത് മഴയോടെ മഴ. ഇടവപ്പാതി ഇടവപ്പാതി എന്ന് കേട്ടിട്ടുണ്ട്. ഇതൊരു വല്ലാത്ത പാതിയായിപ്പോയി. ഓ, ഇന്ന് ഞായറാഴ്ചയാണല്ലോ തമ്പുരാനെ. പള്ളിയിലൊന്ന് പോയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. എങ്ങനെ പോവാനാ? ആ ഏലിക്കുട്ടീനെ ഒന്ന് വിളിച്ച് നോക്കട്ടെ. ഈ മഴയത്ത് അവളെ വിളിച്ചാൽ അവൾ കേൾക്കുവോ ആവോ? ഫോൺ എടുക്കാനൊന്നും എനിക്കറിയാനും പാടില്ല. പ്രായമായൻ്റെ ആണോ എന്തോ, കണ്ണും പിടിക്കില്ല, നടക്കാനും പാടില്ല. ഏലിക്കുട്ടിയേ, എടി കൊച്ചേലിയേ. എന്നാ അനാമച്ചേട്ടത്തിയേ? എടിയേ, പള്ളിമണി അടിച്ചടി. പള്ളിയിൽ പോവാനുണ്ടായിരുന്നു. ഇടവപ്പാതി തിമിർത്ത് പെയ്യുവാണല്ലോടി ഏലി. എന്റെ ചേട്ടത്തി, ഞാനും കണ്ടു. എന്നാ മാതിരി മഴയല്ലേ. കാലം തെറ്റിയുള്ള ഈ മഴയുടെ ഒരു വരവും. പള്ളിയിൽ പോകാനേ ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ ആ ത്രേസ്യായോടും കൊച്ചുമറിയോടും സാറാമ്മോടും ഒക്കെ ഒന്ന് പറയട്ടേട്ടോ. നമുക്ക് അങ്ങനെയാണെങ്കിലേ ആ ചെക്കനോട് ഓട്ടോറിക്ഷയും കൊണ്ടൊന്ന് ഇങ്ങോട്ട് വരാൻ പറയാം. ഒരുമിച്ചങ്ങ് പോവാലോ. അത് കുഴപ്പമില്ലടി ഏലിയെ. നീ ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്കേ. നമ്മളെല്ലാവരും കൂടെ ഇതിനകത്ത് ഇടിച്ച് കയറുവോ ഇല്ലയോ? ഓ, അതൊന്നും കുഴപ്പമില്ല എൻ്റെ ചേട്ടത്തി. ഈ ചട്ടയും മുണ്ടുമൊക്കെയല്ലേ, അതിൻ്റെ ഞൊറിയൊക്കെ ഒന്നങ്ങ് ഒതുക്കി പിടിച്ചാൽ മതിയെന്നേ. ഞാനേ ആ കൊച്ചു ത്രേസ്യേനെ ഒന്ന് വിളിക്കട്ടെ കേട്ടോ. ഓ, ശരി ശരി. എൻ്റെ പൊന്നോ, ഇനി എവിടെയാണാവോ ഇവിടെ ഫോൺ നമ്പർ? ഇപ്പം ഈ മൊബൈൽ വന്നതോടുകൂടി മറ്റേ ചക്രം കറിക്കാൻ മതിയായിരുന്നു ഒന്ന് വിളിക്കാൻ. എവിടെയാണാവോ? നോക്കിയും കണ്ടും കുത്തിയില്ലെങ്കിലേ വേറെ എവിടേക്കെങ്കിലുമൊക്കെ അങ്ങ് പോവും. ത്രേസ്യാമോ, എടി ഏലിക്കുട്ടിയാടി. എന്നാ മാതിരി മഴയാടി ഉള്ളേ. ഇപ്പോൾ നമുക്ക് പള്ളിയിലേക്കൊന്ന് പോകണ്ടേ? ഇത് അന്നാമ്മ ചേട്ടത്തിയാണീ നേരം വെളുത്തേ വിളി തുടങ്ങി. പള്ളിമണി അടിച്ചെന്നേ. എടി, നമുക്ക് ആ ചെക്കനോടെ ഓട്ടോറിക്ഷയും കൊണ്ടൊന്ന് വരാൻ പറയാം. ഇന്ന് പള്ളിയിൽ ആ വനിതാ സമാജത്തിന് എന്താണ്ട് പരിപാടിയൊക്കെ ഉണ്ടെന്നേ. നമുക്കൊന്നും കളയണ്ടാടി ഉള്ളേ. ഈ പ്രായത്തിൽ ഇനിയിപ്പോൾ അടുത്തോലെ ആരറിഞ്ഞു നമ്മളിതൊക്കെ കാണാനുണ്ടോയെന്ന്? ആ, അതെ അതെ, അത് തന്നെ. നമുക്കൊരു കാര്യം ചെയ്യാം. നീയേ ആ കൊച്ചുമറിയേനെ താണ്ടമ്മേനെയൊക്കെ ഒന്ന് വിളിക്കേ. അവരുടെ കൂടെയൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കണം. ഇതിപ്പോൾ എന്തിനാ കുറയ്ക്കണേ? അപ്പോൾ നീ അവരെ വേഗം വിളിക്കട്ടോടിയേ. ഞാൻ ഇവരെയൊക്കെ ഒന്ന് വിളിക്കട്ടെ. ശരി ശരി, എന്നാ വെച്ചോ. ശരിയടി ഏലി. അന്നമ്മ ചേട്ടത്തിയേ, ദേ ആ ചെക്കൻ ഓട്ടോറിക്ഷ കൊണ്ട് വന്നോട്ടാ. എടി, നീ ആ ചെറുക്കനെ കൊണ്ട് ഇങ്ങോട്ട് വാടി. ഈ മഴയത്ത് എനിക്ക് അങ്ങോട്ട് നടക്കാൻ വയ്യ. ആ എടാ മോനെ, ദേ നമുക്കേ ആ അന്നാമ്മ ചേട്ടത്തീനെ ഒന്ന് കൂട്ടിക്കൊണ്ട് പോകണം. എന്നിട്ടുണ്ടല്ലോ ആ സാറാമ്മയുടെ വീട്ടിൽ കയറി അവിടെ അവർ 3-4 പേര് അവിടെ ഉണ്ട്. ആ, തെക്കേക്കരയിലല്ലേ അമ്മച്ചി? ആ, അതെ അതെ അതെ. എന്നാ ഒരു മഴയാ. എന്നാലും എൻ്റെ കർത്താവേ. എൻ്റെ പൊന്നു കൊച്ചനെ, ഈ കുണ്ടിലും കുഴിയിലും ഒക്കെ ചാടിക്കാതെ ഞങ്ങൾ പ്രായമുള്ളവരാണെന്നുള്ള ഒരു വിചാരം വേണേ. എന്നാലും എൻ്റെ കൊച്ചുമറിയെ, നീ ഓർക്കണ്ടോടി, നമ്മൾ ആയ കാലത്ത് ഈ മഴയത്തൊക്കെ ചേമ്പിൻ്റെ ഇലയിലും വാഴയിലയിലും തലയിൽ വെച്ച് പള്ളിയിൽ പോയ കാലം ഓർക്കണ്ടോ? പിന്നെ ഓർക്കുന്നുണ്ടോന്ന്? നീ എന്നതായി പറയുന്ന എൻ്റെ ത്രേസ്യാക്കുട്ടി? നല്ല കാര്യേ. എടി സാറാമ്മേ, ഞാനിപ്പോഴും നീ പറയാറുള്ളത് ഓർക്കുന്നു. എന്നതാടി? അത് ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെയാണോടി? ഞായറാഴ്ച നേരം വിളിക്കുമ്പോൾ തന്നെ ഇറച്ചിക്കടയിലേക്ക് ഓടാറുണ്ടോ? ഓ, അങ്ങേരിപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാ. കാലം പോയ പോക്കേ. ഇത്രയും കാലമായിട്ടും അധ്യാന്റെ ആ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ലേടി. ആ എടി സാറാമ്മേ, നീ എന്താടി ഒന്നും മിണ്ടാതിരിക്കുന്നേ? ഓ, എന്നെ മിണ്ടാനാ എൻ്റെ ത്രേസ്യാമ്മ ചേട്ടത്തി. ഈ മാതിരി ഒരു മഴ. എനിക്കാണെങ്കിൽ ചെറിയ പനിക്കോളൊക്കെ ഉണ്ട്. പിന്നെ ഈ പള്ളിയിൽ വനിതാ സമാജത്തിൻ്റെ എന്തോ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞ കാരണം പോന്നതാ. ആ, അതെ, പള്ളി എത്തി. ഇനി നമുക്ക് പള്ളി കുർബാന കഴിഞ്ഞിട്ട് ബാക്കി പറയാട്ടോ. കൊച്ചുമറിയേടി, കൊച്ചുമറിയേ. ഓ, എന്നതാടി സാറാമ്മേ? എടി പുള്ളി, ദേ അവളുടെ കഴുത്തേ കിടക്കുന്ന മാലയുടെ വലിപ്പം നോക്കിക്കേ. ഓ, ശരിയാ ശരിയാ.
എൻ്റെ ഏലിക്കുട്ടി നീ ഒന്ന് ആഞ്ഞു നടന്നേ. ദേ ആ പിള്ളേരുടെ മാർഗം കളി ഉണ്ടെന്ന് അത് കാണണ്ടേ? ഓ എന്റെ തമ്പുരാനെ, ഈ അന്നാമ്മച്ചേട്ടത്തി വണ്ടി കയറിയപ്പോ തുടങ്ങിയതാണല്ലോ മാർഗം കളി എന്നും പറഞ്ഞ. എടി പെണ്ണുങ്ങൾ ഒന്നിങ്ങ് നടക്കുവോ, മാർഗം കളി കാണാൻ പോവാന്ന്. അല്ല, ഇതെന്താ ഇന്ന് പരിപാടി? ആ അപ്പൊ നീ ഇതൊന്നും അറിഞ്ഞില്ലേടി സാറാമ്മേ? ഈ പെണ്ണുങ്ങളെല്ലാരും കൂടി ഇന്ന് പള്ളിയിൽ മാർഗം കളിയൊക്കെ കളിക്കുന്നുണ്ട് കേട്ടു. നമ്മുടെ കാലത്തെ മാർഗം കളി അതൊക്കെ എന്ത് രസമായിരുന്നു. നീ ഓർക്കുന്നുണ്ട് ത്രേസ്യാമ്മ അതൊക്കെ? അതൊക്കെ ഒരു കാലം. എന്താണെങ്കിലും നീ ആ പഴയ കാലത്തെക്കുറിച്ചൊന്നും പറഞ്ഞുകൊണ്ടിരിക്കാതെ പുതിയ തലമുറയുടെ മാർഗംകളി നമുക്കൊന്ന് കാണാം. നമുക്ക് മാർഗം കളി കണ്ടാൽ മാത്രം പോരാ, അത് കഴിഞ്ഞ് പിടിയും ഇറച്ചുകൊണ്ടടി. ആ ത്രേസ്യ, നീ ഇത് കേട്ടായിരുന്നോ? ഞാൻ അത് കാരണമുണ്ടല്ലോ ഇന്ന് പള്ളി കഴിഞ്ഞ് ഒരു സാധനം തിന്നില്ല. അല്ലെങ്കിലും അധ്യാന പിള്ളേരും പറയുന്നുണ്ട് എനിക്ക് വെയിറ്റ് അല്പം കൂടിയെന്നും വയറൊക്കെ ചാടി തുടങ്ങിയെന്നൊക്കെ. അവര് പറയുന്നത് ശരിയാണെന്ന് എനിക്കും തോന്നി തുടങ്ങി. പറ്റൂലാന്നേ, പണ്ടത്തെ പോലെ ഒന്നും വിശപ്പൊന്നും ഇല്ല. വയറ് നിറച്ച് എന്ത് കഴിച്ചാലും പിന്നെ അന്നത്തെ ദിവസം ഒന്നും വേണ്ട. എത്ര കാലം കൂടിയാ ഈ പീടിയും ഇറച്ചിയൊക്കെ തിന്നുന്നേ? എന്താണെങ്കിലും വേണ്ടില്ല. ദേ ആ പെണ്ണുങ്ങളുടെ മാർഗംകളിയൊക്കെ കണ്ട് അത് കഴിഞ്ഞിട്ട് എന്തോക്കെ കളിയുണ്ടെന്ന് പറയുന്നുണ്ട്. എന്തിനാടി കുറയ്ക്കണേ ഈ പ്രായത്തിൽ? ഇപ്പോൾ നമുക്ക് ഈ പ്രായം കുറഞ്ഞു വരുവാ. 7ലും 70ലും ഒരുപോലെയാ. അപ്പോൾ നമുക്ക് അവരുടെ കൂടെ അങ്ങ് കൂടി കളിക്കാം. ഇത് കഴിഞ്ഞിട്ട് കോല് കെട്ടിക്കളിയോ ഗെയിമോ എന്തൊക്കെയുണ്ട്, നമുക്ക് പിള്ളേരുടെ കൂടെ അങ്ങ് കൂടാന്നേ. അതും കഴിഞ്ഞ് ഇതേ പിടിയും ഇറച്ചിയും കഴിഞ്ഞങ്ങ് പോകാം. നമുക്കിവിടെ ഇരിക്കാം. ബാ വാ എടി, ഇതേ ആ സീറ്റ് പിടിച്ചോ, ഇപ്പൊ തന്നെ പിടിച്ചോ. അല്ലെങ്കിൽ ഇതേ ആ കൊച്ചു പിള്ളേരൊക്കെ കയറി മുമ്പ് ഇരുന്നാ പിന്നെ ഉണ്ടല്ലോ ഒന്നും കാണാനും പറ്റൂല. വാ വാ വന്ന് എല്ലാവരും ഇരുന്നേ.